സത്യപ്രതിജ്ഞാ ചടങ്ങിലേ വന്ദേമാതരം മുഴുവൻ പാടിയത് മതേതരത്വത്തിനോടുള്ള വെല്ലുവിളിയാണ് എന്നാര് പറഞ്ഞു? ഞങ്ങളുടെ ഗോവിന്ദൻ മാസ്റ്ററും റിയാസഖാവും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ല, താൻ കണ്ടില്ലേ? ബെസ്റ്റ്. ഇയാള് വാ തുറന്ന 200 പേര് പാർട്ടി വിട്ടു പോകുന്നതാണ് കഴിഞ്ഞ ദിവസം വിമർശനം വരെ വന്നത്. ഇത്ര നാണം കെട്ട തോൽവി കിട്ടിയിട്ടും പാടിച്ചിട്ടില്ലല്ലേ? പുതിയ ഭരണഘടനാ ഭേദഗതിയെ പറ്റിയോ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ പറ്റിയോ ഒരു തേങ്ങ അറിഞ്ഞൂടാ. ഈ റിയാസ് ശരിക്കും ലോ കോളേജ് പഠിച്ച തന്നെയാണ്. താൻ എന്ത് ഭേദഗതിനെ പറ്റിയാ പറയണ, ഒന്ന് തെളിച്ച് പറ. അതായത് ഉത്തമ 2026 മെയ്യിൽ വന്ന പുതിയ ഭരണഘടനാ ഭേദഗതി പ്രകാരം വന്ദേ മാതരം ദേശീയ ഗീതമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഔദ്യോഗിക ചടങ്ങുകളിൽ ഇത് പാടിയിരിക്കണം. എല്ലാരും പാടണമെന്ന് ഒരു നിർബന്ധമില്ല. താൻ ആരെയാണ് നിയമം പഠിപ്പിക്കണത്? ശരിയാണ്, എല്ലാരും പാടണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ ഔദ്യോഗിക ചടങ്ങുകളിൽ ഇത് ആരെങ്കിലും ആലപിക്കുമ്പോൾ അവിടെ ചെന്ന് തടസ്സപ്പെടുത്താനോ ആ ഗാനത്തിനെ അപകീർത്തിപ്പെടുത്താനോ ഒന്നും പാടില്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണ്. നിർബന്ധമായിട്ടും പാടിയിരിക്കണമെന്ന് പറയുമ്പോൾ 6 സ്റ്റാൻസ്, അതായത് മുഴുവനായും ആലപിച്ചിരിക്കണം എന്ന് തന്നെയാണ്. കട്ട് ചെയ്തിട്ടൊന്നും പാടാൻ പാടില്ല. പിന്നെ സ്വകാര്യ വ്യക്തികളൊക്കെ പാടുവാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ പാടാം. പക്ഷെ ഔദ്യോഗിക ചടങ്ങിൽ അങ്ങനെ പാടാൻ പാടില്ല. മിണ്ടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇടയ്ക്ക് കയറിയതേ മതേതൃത്വം പോയി ഇതൊന്നും ഇവിടെ പാടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കിടക്കൊന്ന് മനസ്സിലായ. ഞാൻ ഓർത്ത് സത്യപ്രതിജ്ഞാ വേദിയിൽ ഗോവിന്ദൻ മാസ്റ്റർ വായുമ്പൊത്തി വെച്ചും പിന്നെ ഫേസ്ബുക്കിൽ ഒന്ന് ഇതിനെ പോസ്റ്റ് ഇട്ടെന്ന്. പേടിച്ചിട്ടായിരിക്കും പാവം. ജനാധിപത്യത്തിന്റെ ഒരു ഗതികേടെ മോദി ജനാധിപത്യം തകർത്തു. അങ്ങനെയെങ്കിൽ അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ച ഒന്നാണ് വന്ദേ മാതരം എന്ന ഗാനം. പണ്ട് മഹാത്മാഗാന്ധി ചെയ്തതുപോലെ മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗിന് വേണ്ടി അതങ്ങനെ വെട്ടിമുറിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. ഇന്ത്യയുടെ പൈതൃകത്തിലേക്ക് തിരിച്ചു വരുമ്പോഴേ കുരു പൊട്ടണമെങ്കിലേ നന്നായി പോയി അങ്ങോട്ട് പൊട്ടിക്കോട്ടെ. ജനാധിപത്യം മരിച്ചു.